ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞ് ഉടനെ തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവാ? അല്ല പിന്നെന്താ? ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ഉടനെ തന്നെ പാർട്ടി നിലപാട്. എന്താണ് പാർട്ടി നിലപാട്? അവർക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പാർട്ടി നിലപാട്. ഒരു സംശയവുമില്ല. എല്ലാവരെയും, ഒരാളെയും ഒഴിവാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 75 വയസ്സ് കഴിഞ്ഞ ഒരുപാട് സഖാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊന്നും പാർട്ടി റിട്ടയർമെൻ്റ് അല്ല, അവരുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നിരാശാബോധം ഉണ്ടാവും. അയ്യങ്ങളതിനെ തെറ്റിദ്ധരിക്കുന്നത് മനുഷ്യരല്ലേ. ഒരുപാട് കൊല്ലക്കാലം, എത്രയോ പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഖാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ചുമതലയും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ അവസരവും നൽകിക്കൊണ്ട് തന്നെ അവരെ ഏത് 75 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരുപടി ആൾക്ക് ചുമതല ഇപ്പോഴും ഉണ്ടല്ലോ. ചുമതല കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചുമതല കൊടുക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? പ്രവർത്തനത്തിന് അവർക്ക് സൗകര്യം നൽകുന്നതിൽ യാതൊരു പ്രയാസവും പാർട്ടിക്കില്ല. ആരോഗ്യമുള്ള ഏത് 75 വയസ്സ് കഴിഞ്ഞ സഖാവിനും നേതാവിനും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട്, അതെല്ലാം ഉപയോഗിക്കാം. അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആര് സ്വീകരിച്ചത്? എത്ര സൈസാ നിങ്ങളുടെ മനോരമ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്? ഞാൻ ചോദിക്കുന്നത് എത്ര സമൻസ് അയച്ചത്? അവിടെ കിടക്കട്ടെ, നമുക്കെന്തെങ്കിലും കുഴപ്പം? പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ആർക്കോ കള്ളാസ് അയച്ചു, നമ്മളെന്താ അറിയണ്ടേ? നിങ്ങളെന്താ വിചാരിച്ച ആ കള്ളാസിന്റെ പിറകെ ഞങ്ങൾ പോകുന്ന? മലയാള മനോരമക്കാരൻ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്തേന്റെ പിന്നിൽ ഞങ്ങൾ പോകുന്നതാണ് ഞങ്ങൾ തിരിച്ച്. അല്ല, എന്ത് രാഷ്ട്രീയം മന്ത്രി? ഇത് ഏത് രാഷ്ട്രീയം ഞങ്ങൾ എന്തെന്നാ പറയേണ്ടത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിടണം നിങ്ങൾക്ക് അല്ലേ? അതിന് ഞങ്ങളില്ല കേട്ടോ. ചോദിക്കണം ബി ജെ പിക്കാരനോട്, അന്വേഷിച്ചു. സംസ്ഥാനമല്ല അതിലെന്ത് ആരോടെങ്കിലും ചോദിച്ചോ? ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ട കേട്ടാ. ബി ജെ പിയോട് എടുക്കേണ്ട നിലപാട് എന്താണെന്ന് CPIM-ന് നല്ല ധാരണയുണ്ട്. ഇന്നേ വരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ഇനിയും അത് തന്നെ സ്വീകരിക്കും. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒരു വാർത്തയല്ല, 2 വാർത്തയല്ല, 3 വാർത്ത, ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ളൂ. നിങ്ങൾ ഉള്ള വസ്തുത കൊടുക്കല്ലോ, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത അതുണ്ട്. അതുകൊണ്ട് ഉണ്ടാവട്ടെ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും? അവിടെ കിടക്കുന്നല്ലാണ്ട് എന്താ? എവിടെയെങ്കിലും മുഖ്യമന്ത്രിന്റെ മകനാണല്ലോ അല്ലേ? അതാ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല പറഞ്ഞു. എന്തിനീന്ന്? അവിടെ കിടന്നോട്ടെ. ഇനി അടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നടക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കുറേ ദിവസമായാലും ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതൊന്നും പോയല്ലോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അതിൻ്റെ ബില്ല് വരാൻ തയ്യാറില്ല. ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം പറയുന്നു. നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാക്കും. ഈ വാർത്തേൻ്റെ പിന്നെ ഞങ്ങൾ വരണം, എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം. നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തുടരണം. അതിന് ഞങ്ങളില്ല, CPM ഇല്ല. കള്ള പ്രചാരവേല നടത്താൻ കുറേ പത്രം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും.